ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. 2025 ഡിസംബറിൽ കേരള PSC നടത്തിയ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് ക്ലാസ്സുകളായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് കാണാം. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇന്ത്യയിലെ പെനിൻസുലാർ പീഠഭൂമികളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൗതിക യൂണിറ്റ് ആണ് പെനിൻസുലാർ പീഠഭൂമികൾ. പീഠഭൂമികളുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. നദീതടങ്ങളും താഴ്വരകളും ഇടകലർന്ന നിരവധി ചെറിയ പീഠഭൂമികളും കുന്നിൻ പ്രദേശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പീഠഭൂമികളുടെ പൊതുവായ ചെരിവ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടാണെന്നാണ്. എന്നാൽ പീഠഭൂമികളുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പരാമർശിച്ചത് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ: സൈലന്റ് വാലി നാഷണൽ പാർക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി തഹർ തുടങ്ങിയ അപൂർവ ഇനങ്ങളുടെ ആവാസ കേന്ദ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ബഫർ സോണിന്റെ ഒരു ഭാഗം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ചെനാബ്. ഇത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസ്ഥിതി സുസ്ഥിരതയോടെ ഇന്ത്യ 10% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏതു പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടാൻ ഏറ്റവും അനുയോജ്യം? പ്രസ്താവനകൾ നോക്കാം. 1ാം പദ്ധതിയുടെ കൃഷിയിലും ഗ്രാമീണ ജലസേചനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5ാം പദ്ധതിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും സ്വാശ്രയത്വത്തിലും ഊന്നൽ നൽകുന്നു. 10ാം പദ്ധതിയുടെ സ്വകാര്യവൽക്കരണത്തിലും ഉദാരവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 11ാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, 11ാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കൂടുതൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1991 ശേഷമുള്ള ഏത് നയതന്ത്രമാണ് മികച്ച ബാലൻസ് നൽകുന്നത്? ഓപ്ഷൻസ് നോക്കാം. സർക്കാർ നിയന്ത്രണമില്ലാതെ എല്ലാ മേഖലകളുടെയും പൂർണ്ണമായ ഉദാരവൽക്കരണം, വ്യക്തമായ FDI പരിധികളും പ്രകടന ആവശ്യങ്ങളും ഉള്ള സെലക്റ്റീവ് ഉദാരവൽക്കരണം, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന താരിഫുകളും വിദേശ കമ്പനികൾക്ക് കുറഞ്ഞ തുറന്ന സമീപനവും, വിദേശ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രിതമോ ആയ കമ്പനികളുടെ ദേശസാൽക്കരണം. ആൻസർ ഓപ്ഷൻ ബി, വ്യക്തമായ FDI പരിധികളും പ്രകടന ആവശ്യകതകളും ഉള്ള സെലക്റ്റീവ് ഉദാരവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുക.